ഇറാന്റെ തന്ത്രപ്രധാനമായ ഖാർക്ക് ദ്വീപിന് നേരെ അമേരിക്ക ഇന്നലെ മിന്നലാക്രമണം നടത്തിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കാൻ ഇന്നലെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് US സൈന്യം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ നട്ടെല്ലായ ഖാർക്ക് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ഈ സമയപരിധി അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഇതോടെ ക്ഷമയുടെ കാലം കഴിഞ്ഞു എന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ കരുത്തരായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തിക്കഴിഞ്ഞിരുന്നു. 6ാം ആഴ്ചയിലേക്ക് കടന്ന യുദ്ധം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറുകയാണോ എന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയാണ് ആക്രമണ വിവരം ഇന്നലെ ആദ്യം പുറത്തുവിട്ടത്. ഖാർക്കിലെ ആക്രമണത്തോടെ മേഖലയിലെ അസംസ്കൃത എണ്ണ വിതരണത്തിൽ കടുത്ത തടസ്സമുണ്ടാക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചതായി മെട്രോ UK റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനായി വാഷിംഗ്ടൺ മുന്നോട്ട് വെച്ച മറ്റൊരു വെടിനിർത്തൽ പദ്ധതി കൂടി ഇറാൻ നിരസിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്നലെ US ഈ ഒരു ആക്രമണം നടത്തിയത്. എണ്ണവാതക നീക്കം വർഷങ്ങളോളം തടസ്സപ്പെടുത്തുമെന്ന് IRGC പറഞ്ഞത് ട്രംപിനൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തു. US-ഉമായും അതിന്റെ സഖ്യകക്ഷികളുമായും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നും മേഖലയിലെ എണ്ണവാതക നീക്കം വർഷങ്ങളോളം തടസ്സപ്പെടുത്തുമെന്നും IRGC ഭീഷണിപ്പെടുത്തി. US സൈന്യം ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ട്രംപ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ മുന്നറിയിപ്പ് പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ മാസം ഖാർക്ക് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ നാവിക മൈൻ ശേഖരണശാലകളും മിസൈൽ ബങ്കറുകളും തകർത്തെങ്കിലും എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളെ ആദ്യഘട്ടത്തിൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. ഇറാന്റെ മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന പ്രധാന ടെർമിനലാണ് ഖാർക്ക് ദ്വീപ്. ഏകദേശം 3 കോടി ബാരൽ എണ്ണ സംഭരിക്കാനുള്ള ശേഷി ഈ ദ്വീപിനുണ്ട്. ഇറാൻ തീരത്തുനിന്ന് 16 മൈൽ അകലെയും ഹോർമൂസ് കടലിടുക്കിന് ഏകദേശം 300 മൈൽ വടക്കു പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കടുത്ത സുരക്ഷാ വലയത്തിലും ഒറ്റപ്പെട്ട നിലയിലുമായതിനാൽ നിരോധിത ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഖാർക്ക് ദ്വീപിലെ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങൾക്കു നേരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഇറാനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ച ട്രംപ് ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നും അതിനായി 48 മണിക്കൂർ സമയപരിധി നിശ്ചയിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിയൻ സ്വത്തുക്കൾ ലക്ഷ്യം വെച്ചാൽ പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷികളുടെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ ചാരമാക്കി മാറ്റുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയത്. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളും ട്രംപിന് അംഗീകരിക്കാൻ സാധിക്കുന്നവയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ചർച്ചകൾ ഇനിയും തുടർന്നേക്കാം എന്നാണ് ലഭ്യമായ വിവരം.